ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കൾ നൽകിയ പരാതിയിൽ മീഡിയ വൺ അടക്കം പുറത്തു കൊണ്ടുവന്ന തെളിവുകളൊക്കെ അവിടെ ഉണ്ടായിട്ടും ഇതിൽ കേസെടുക്കാനാകില്ല എന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുകയാണ് പോലീസ്. വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാമെന്നാണ് പറയുന്നത്. പ്രതികരണം: ഇത് പോലീസ് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഔദ്യോഗികമായി പോലീസ് രേഖാമൂലം അങ്ങനെ ഒരു അറിയിപ്പ് എനിക്ക് നൽകിയിട്ടില്ല. പക്ഷേ നമ്മുടെ സംശയം നേരത്തെ മീഡിയ വൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാര്യത്തിൽ വേണമെങ്കിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ നിന്ന് വിശദീകരണം തേടാം. ഈ മീഡിയ വൺ ഉൾപ്പെടെ ഞാൻ അടക്കമുള്ള ആളുകൾ പിന്നെ മുൻ മന്ത്രിയായിരുന്ന LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യമായ രേഖകളെല്ലാം തെളിവായി കൊടുത്തിരുന്നു. ആ കൊടുത്ത രേഖകളെല്ലാം തെളിവായി സ്വീകരിക്കാൻ പോലീസ് ശ്രമിക്കാത്തത് എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇനി മതിയായ രേഖ വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് തന്നെ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടാമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അവര് പറയുന്നത് ഇത് അവരുടെ ഒരു കസ്റ്റഡി സമ്പത്താണ്, അതുകൊണ്ട് പകർപ്പ് തരാൻ പറ്റില്ല എന്നാണ് അനിലക്കര കൊടുത്ത വിവരാവകാശത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ ജില്ലാ പ്രതിനിധി കൊടുത്തിരിക്കുന്ന മറുപടി. അപ്പൊ വേണമെങ്കിൽ പോലീസിന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടാം. അല്ലാതെ പോലീസ് മതിയായത് കേസെടുക്കാൻ മതിയായത് പോരാ എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടിട്ട് കിട്ടിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അല്ല, പോലീസ് ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനോട് പോലീസ് ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് അനിലക്കരയാണ്, മുൻ MLA. അപ്പൊ പോലീസ് ആവശ്യപ്പെട്ടതായി മനസ്സിലായിട്ടില്ല. നമുക്ക് സംശയം പോലീസിന് കേസെടുക്കാവുന്ന രീതിയിൽ പൂർണ്ണമായും നിയമോപദേശം തേടിയിട്ടാണ് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. അതിൽ കൃത്യമായും ഏത് നിയമപ്രകാരമാണ് പരാതി എന്ന് നിയമം കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ പരാതി നൽകിയിട്ടുള്ളത്. അപ്പൊ അതിനടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ കേസെടുക്കാം. ഇനി പോലീസ് കേസെടുക്കാത്തതിന് സംശയം തൃശ്ശൂരിലെ BJPയുടെ വിജയത്തിന്, സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നെ കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി CPM-ന്റെ പിന്തുണയുണ്ട്. അന്നത്തെ ADGP ആയിരുന്ന MR അജിത് കുമാർ തന്നെയാണ് ആ വിജയത്തിന് കൂടുതലായി പിന്തുണ നൽകിയ ആളുകൾ. അപ്പൊ പോലീസിനകത്ത് BJP ഫ്രാക്ഷൻ ഉണ്ട്. പോലീസിനകത്ത് സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി സഹായിച്ച IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. BJPയും സുരേഷ് ഗോപിയും തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി കളമൊരുക്കിയതിൽ CPM-ന് പങ്കുണ്ടെന്ന് ഞാനോ കോൺഗ്രസോ മതിയായ തെളിവുകളോ രേഖകളോ ഇല്ല എന്ന പോലീസ് വാദം എത്ര കണ്ട് നിൽക്കുന്നുവെന്നാണ്. ആ വാദം ശരിയല്ല. ഞാൻ വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കും. ഇന്ന് ഞാൻ എന്റെ ലീഗൽ അഡ്വൈസർമാരുമായി അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തി. ഞാൻ പോലീസ് ഇത്തരത്തിലാണ് സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ആദ്യം ജുഡീഷ്യറിയെ നേരിട്ട് സമീപിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കേസെടുക്കാനാകില്ല എന്ന കാര്യം പരാതിക്കാനായ താങ്കളെ ഇപ്പൊ പോലീസ് അറിയിച്ചോ? രേഖാമൂലം ഇതുവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിപ്പ് എനിക്ക് ഈ നിമിഷം വരെ രേഖാമൂലം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിന് രേഖാമൂലമുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. പക്ഷെ പോലീസ് 14 ദിവസത്തിനുള്ളിൽ കേസ് എടുക്കേണ്ടതാണ്. ഇതുപോലെ കേസ് എടുത്തിട്ടില്ല. ഞാൻ ഏതായാലും ഈ കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയാണ്. താങ്കളുടെ പരാതിയിന്മേൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയെന്നൊക്കെ പറയുന്നു. അന്വേഷണം ഏതറ്റം വരെ പോയിട്ടുണ്ടെന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത് അവിടെ നിൽക്കുമ്പോൾ? പ്രാഥമിക അന്വേഷണത്തിൽ എന്നെ പോലീസ് കൂടുതൽ പിന്നെ ഞാൻ കൊടുത്ത പരാതിക്ക് ശേഷം പിന്നെ സപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. കൂടുതൽ അധിക തെളിവിന് വേണ്ടി, അധിക സ്റ്റേറ്റ്മെന്റിന് വേണ്ടി. അങ്ങനെ അധിക വിശദീകരണം ഞാൻ ACPയുടെ മുന്നിൽ ഹാജരായി നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് രേഖകളാണ് പോലീസ് ശേഖരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. പോലീസിന് ഞങ്ങൾ കൊടുത്ത വോട്ടർ പട്ടികയുടെ പകർപ്പുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് സുരേഷ് ഗോപിയുടെ സഹോദരന് 2 ID കാർഡ് ഉണ്ട്. ഇന്ത്യൻ പിന്നെ ജനാധിപത്യ നിയമപ്രകാരം 2 ID കാർഡ് കയ്യിൽ വെക്കുന്നത് ഗുരുതരമായ ശിക്ഷയാണ്. 2 ID കാർഡ് ഉണ്ട്. ആ 2 ID കാർഡിന്റെ വിശദാംശങ്ങൾ, 2 ID കാർഡിന്റെ ID നമ്പർ അടക്കം പോലീസിന് കൊടുത്തതാണ്. അതിന്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടി പറ്റും. തൃശ്ശൂരിൽ സഹോദരനും ഡ്രൈവർക്കും ഒക്കെ വോട്ടുണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണം. പോയി സഹോദരനിൽ നിന്നോ ഡ്രൈവറിൽ നിന്നോ ഒന്നും ഇതുവരെ മൊഴിയെടുത്തിട്ടുമില്ല അല്ലേ? ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് മൊഴി എടുത്തിട്ടില്ല. സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് മൊഴി എടുത്തിട്ടില്ല. പ്രതികളെ കയ്യിൽ നിന്ന് മൊഴി എടുത്തിട്ടില്ല. ഇതിനകത്ത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ 155 നമ്പർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ ബൂത്തിൽ വോട്ട് ചേർത്തിയത് 6 മാസം അവിടെ സ്ഥിരതാമസമാണെന്നുള്ള അവാസ്തവ സത്യപ്രതിജ്ഞ കൊടുത്തിട്ടാണ്. അടിസ്ഥാനരഹിതമായ സത്യപ്രസ്താവന കൊടുത്തിട്ടാണ്. അത് വ്യാജ സത്യപ്രസ്താവനയാണ്. ആ സത്യപ്രസ്താവന വ്യാജമാണെന്ന് ബോധ്യമായാൽ അദ്ദേഹത്തിന്റെ വോട്ട്
അവിടെ നിന്നും ഇല്ലാതായി മാറും. അദ്ദേഹത്തിന് വോട്ട് അവിടെ ഇല്ലാതായി മാറിയാൽ അദ്ദേഹം MP അല്ലാതായി മാറും, കേന്ദ്രമന്ത്രി അല്ലാതായി മാറും. അത്രയും പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു കേസാണത്. ആ കേസിനാണ് വളരെ ലാഘവത്തോടു കൂടി പോലീസ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ സംശയം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും BJPയുടെ MP ആയി സുരേഷ് ഗോപി ജയിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഒരു ഡീല് പിന്നെ CPM-ഉം BJPയും തമ്മിൽ തൃശ്ശൂരിൽ ഉണ്ടാക്കിയ ഡീല് ഞാൻ മാത്രം പറയുന്നതല്ല, CS സുൽകുമാർ കൂടി പറയും, CPI കൂടി പറയാണ്. ഈ മന്ത്രിസഭയിലെ രണ്ടാമനായ റവന്യൂ മന്ത്രി K രാജൻ ഉൾപ്പെടെ പറയുന്നു തൃശ്ശൂരിൽ BJP ജയിക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം നടന്നു. അതിന്റെ ഭാഗമാണ് പൂരം കലക്കിയത്. ADGP MR അജിത് കുമാർ RSS നേതാവുമായുള്ള ചർച്ച. ഇത് പിന്നീട് VS സുൽകുമാറും LDF സ്ഥാനാർത്ഥിയും ആവർത്തിച്ചു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നിരവധി തവണ പറഞ്ഞു. അപ്പൊ ആ ഡീലുണ്ട് എന്നതിന് അവസാനത്തെ ഞങ്ങൾക്കൊക്കെ തോന്നുന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ രേഖകളെല്ലാം സമർപ്പിച്ച് ഞാൻ കൊടുത്ത കേസിൽ പോലീസ് ഇത്തരത്തിലൊരു ലാഘവ ബുദ്ധി കാണിക്കുന്നത്. കാരണം 2 ID കാർഡ് സുരേഷ് ഗോപിയുടെ സഹോദരനുണ്ട്. 2 ID കാർഡ് നമ്പറും കൊടുത്തു. ആ നമ്പർ അടിച്ചാൽ 2 ID കാർഡിന്റെ ഡീറ്റെയിൽസ് നെറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കിട്ടും. 2 എന്ത് സത്യപ്രസ്താവന കൊടുത്തിട്ടാണ് 6 മാസം സ്ഥിരതാമസമുണ്ട് എന്ന് കാണിച്ച് ഇവിടെ വോട്ട് ചേർത്തിയത് സുരേഷ് ഗോപി. ആ സത്യപ്രസ്താവന ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ നിന്ന് പോലീസ് വാങ്ങണ്ടേ? പോലീസ് അത് പോലീസിന് തരുന്നില്ലെങ്കിൽ പോലീസ് വേണ്ടി വന്നാൽ അത് സ്വീകരിക്കാവുന്ന നിയമപരമായ നടപടി കൂടി സ്വീകരിക്കാമല്ലോ. അങ്ങനെ ഏതറ്റം വരെ അത് ലഭിക്കാൻ വേണ്ടി പോലീസ് ഇടപെടുന്നതിന് പകരം പോലീസ് ലാഘവത്തോടുകൂടി ഈ കേസിനെ കാണുന്നു എന്നുള്ളത് മുകളിൽ നിന്ന് ആരുടെയോ നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർക്ക് വന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. ആ സംശയം ഇലക്ഷൻ കാലത്ത് UDF പറഞ്ഞതും ഇലക്ഷൻ ശേഷം CPI പറഞ്ഞതുമായ CPM BJP തൃശൂർ ഡീലിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് സംശയിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും പോലീസ് ഇങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അവസാന നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറെടുക്കുകയാണ്. ഞാൻ ഇന്ന് തന്നെ എന്റെ നിയമവിദഗ്ധരുമായി ആശയവിനിമയം നടത്തും. ഞാൻ കോടതിയെ സമീപിക്കും. ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ട കോടതിയെ സമീപിക്കും. അതിനില്ലെങ്കിൽ ഏതറ്റം വരെയും പോകും. കാരണം സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കൂടി ധാർമ്മിക ഉത്തരവാദിത്തമാണ്. കാരണം തൃശ്ശൂരിലെ ഈ വിജയം വ്യാജ വോട്ടുകൾ ചേർത്തിയ വിജയമാണ്, വ്യാജ സത്യപ്രസ്ഥാനങ്ങൾ കൊടുത്ത വിജയമാണ്. സുരേഷ് ഗോപിയുടെയും പിന്നെ കുടുംബാംഗങ്ങളുടെയും ഡ്രൈവറും ഉൾപ്പെടെയുള്ള ജോലിക്കാരടക്കമുള്ള 11 വോട്ട് മാത്രമല്ല, ഏകദേശം 60,000 താഴെ വോട്ടുകൾ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 1259 ബൂത്തുകളിലായി വ്യാജമായി ചേർത്തിട്ടുണ്ട്. അതെല്ലാം മറ്റു പല ലോകസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരാണ്. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആദ്യത്തെ സംരംഭമാണിത്. രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ട് ചോർ എന്നതുപോലെ, ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വോട്ട് ചോർ എന്നതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള വോട്ട് കളവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. ഞങ്ങളിത് അവസാനം വരെ ഞങ്ങൾ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും.